പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ആശാവഹമായിട്ടുള്ള പുരോഗതിയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമായി അടുത്തഘട്ട ചർച്ച ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ വമ്പൻ ഓഫറുകളും മുന്നോട്ട് വയ്ക്കുകയാണ് അമേരിക്ക. ഇതിനിടെ US ലബനൻ ഉദ്യോഗസ്ഥ തല ചർച്ചകളും നടക്കുന്നുണ്ട്. വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്നാണ്. പക്ഷേ അത് അമേരിക്കയുടെ ഒരു മുട്ടുമടക്കലാണ് എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. എന്താണ് നിലവിലത്തെ ഈ അമേരിക്കൻ പ്രതികരണത്തെ എങ്ങനെ കൂട്ടി വായിക്കണം വിനോദ്? എൽദോ, ഈ വെടിനിർത്തൽ തുടരുകയാണ്. മാത്രമല്ല അടുത്ത ആഴ്ച വീണ്ടും ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുരഞ്ജന സംഭാഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. അതൊരു ശുഭസൂചനയാണ്. കാരണം യുദ്ധം അവസാനിക്കുക എന്നത് എല്ലാ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഇടപെടൽ തുടരുന്നുണ്ട്. ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ തർക്കങ്ങളിൽ ഒന്നാമത്തെ കാരണമായി നിൽക്കുന്നത്. അതിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത് ഇറാന്റെ പക്കലുള്ള യുറേനിയം തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ ആണവ രാജ്യമാകില്ല എന്ന ഒരു കാര്യം അത് ഒഴിവാകുന്നു. ഇസ്രായേലും അമേരിക്കയും ആശങ്കപ്പെടുന്നത് അത്തരമൊരു കാര്യമാണ്. ഇറാൻ ആണവ രാജ്യമാകുമോ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ശക്തിയായി മാറിയാൽ ഒരുപക്ഷെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവിടെയാണ് റഷ്യയുടെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നത്. യുറേനിയം റഷ്യ ശേഖരിക്കാം എന്ന വാഗ്ദാനം നൽകുന്നു. മാത്രമല്ല ഇറാനിൽ നടക്കുന്ന ഈ ആണവ കേന്ദ്രങ്ങളുടെ അതിൻ്റെ ചുമതലയൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനമൊക്കെ തന്നെ റഷ്യൻ നിർമ്മിത രീതികളാണ്, അല്ലെങ്കിൽ റഷ്യയുടെ സംവിധാനങ്ങളാണ്. അതെല്ലാം തന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് റഷ്യ പോകുമ്പോൾ അതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ്. അവിടെയാണ് ഇറാൻ്റെ ഈ ഊർജ്ജ പ്രതിസന്ധി വരുന്നത്. ഇറാൻ കഴിഞ്ഞ ചർച്ചകളിൽ, ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിലുമൊക്കെ തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം, തങ്ങൾ ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരം പ്ലാന്റുകൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നതെന്ന കാര്യമാണ്. അവിടെയാണ് അമേരിക്കയുടെ ഓഫറുകൾ മുന്നോട്ട് വരുന്നത്. അമേരിക്ക ചില ഓഫറുകൾ ഇപ്പോൾ വയ്ക്കുകയാണ്. ഈ ഒത്തുതീർപ്പ് ധാരണയിലെത്തിയാൽ, അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇറാൻ കൂടി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകുമെന്ന കാര്യം അമേരിക്ക ഉറപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് അവരുടെ ഈ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് തങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന കാര്യം US പറയുന്നുണ്ട്.